ഹലോ ഡിനീജ സ്റ്റുഡൻസ്, ദിസ് ഇസ് അഞ്ജിത ഫ്രം മാർക്കറ്റിംഗ്. സോ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് മിസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് കേൾക്കുക. കാരണം നമ്മുടെ കേരള റാങ്കിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കേരളത്തിലെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റാങ്ക് ലിസ്റ്റിൽ പോലും ഇത് അറിയില്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടില്ല. യെസ്, ഓക്കെ. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല കേട്ടോ. അത്രയും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കണ്ടിരിക്കണം, അതുകൊണ്ട് പറയാണ്. റെഡി? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന റാങ്ക്? ഓൾ ഇന്ത്യ റാങ്ക് ആണ്. എന്താ ഓൾ ഇന്ത്യ റാങ്ക്? ഇന്ത്യയിൽ 22 ലക്ഷത്തോളം കുട്ടികൾ ഏകദേശം ഇത്തവണ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 19 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത്. അതിൽ 11 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തു. അവർ നീറ്റ് എക്സാം പാസ്സായി. ബാക്കിയുള്ളവർ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടില്ല, പാസ്സായിട്ടില്ല. ഈ പാസ്സായ കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ, ഈ പാസ്സായ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്, ആവശ്യമില്ലാത്ത ഒറ്റ കാര്യം വെച്ച് പറയുന്നില്ല. ഈ പാസ്സായ കുട്ടികളിൽ പല സ്റ്റേറ്റിലുള്ള യൂണിയൻ ടെറിട്ടറീസിലുള്ള കുട്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹരിയാനയിൽ നിന്നുള്ള കുട്ടി, ഓക്കെ, പഞ്ചാബിൽ നിന്നുള്ള കുട്ടി, ആൻഡ് തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടി, കർണാടകയിൽ നിന്നുള്ള കുട്ടി, കേരളത്തിൽ നിന്നുള്ള കുട്ടി. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വെറുതെ റാങ്ക് നോക്കുകയാണ്. റാങ്ക് നോക്കുമ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്ക് ആണ്. ഈ കുട്ടിക്കാണ് 1, ഈ കുട്ടിക്ക് 2, തമിഴ്നാട്ടിലെ കുട്ടിക്ക് 3, കർണാടകയിലെ കുട്ടിക്ക് 4, കേരളത്തിലെ കുട്ടിക്ക് 5, വീണ്ടും തമിഴ്നാട്ടിലെ കുട്ടിക്ക് 6, കേരളയിലെ കുട്ടിക്ക് 7. ഇങ്ങനെ നമുക്ക് വെറുതെ ഒരു റാങ്ക് ഇടാണ്. ഇതൊന്നും അല്ല ഒറിജിനൽ, ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ പല സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ. യെസ്, ഇതില് കേരളത്തിലെ കുട്ടിയെ മാത്രം നമ്മൾ സോർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ കേരള റാങ്ക്, ആദ്യം കേരളത്തിലെ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്, ഈ തന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്, AIR. അതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്? ഇതിൽ നിന്നും ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ കുട്ടി ഇതാണ്. കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 5 ആണ്. അപ്പൊ ഈ കേരളത്തിലെ ആദ്യത്തെ കുട്ടി ഓൾ ഇന്ത്യ റാങ്ക് 5 കിട്ടിയ ഈ കുട്ടിയായിരിക്കും കേരള റാങ്ക് 1 വരുന്നത്. കേരള റാങ്ക് 1 വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കുട്ടി. അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ കുട്ടി 7, ഓൾ ഇന്ത്യ റാങ്ക് 7 വരുന്ന കുട്ടിയാണ്. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് 7 വരുന്ന കുട്ടിയാണ് കേരള റാങ്ക് 2. ഓക്കെ, അപ്പോ എല്ലാ കുട്ടികളിൽ നിന്നും കേരളത്തിലെ കുട്ടികളെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യുന്ന കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. കേരളത്തിൽ 1, 2, 3, 4, 5 എന്നൊക്കെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആരാണ്? കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് തയ്യാറാക്കുന്നത്. അപ്പോ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. ഈ കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലത്തെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലത്തെ, കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ ഒരു കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. 100 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജിലെ 85 സീറ്റും ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകളിലെ സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുക ഈ ഒരു കേരള റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തിൽ ഉൾപ്പെടണം? കേരള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം. ക്ലിയർ അല്ലേ? നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കുന്ന കേരള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടണം. അങ്ങനെ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഓൾ ഇന്ത്യയിൽ നിന്ന് എല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് കേരള എൻട്രൻസ് കമ്മീഷണർ സ്വന്തമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമോ? ഇല്ല. അതിന് നമ്മളായിട്ട് നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് സിയുടെ വെബ്സൈറ്റിൽ, ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് എക്സാമിനേഷൻ നടത്തിയതും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് തന്നതുമൊക്കെ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. NTA വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇനി ഈ ഒരു അലോട്ട്മെന്റ് നടക്കുന്നത് കേരള എൻട്രൻസ് കമ്മീഷണറുടെ CEE എന്ന വെബ്സൈറ്റ് ത്രൂ ആണ്. നമ്മൾ എഞ്ചിനീയറിംഗിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തത് ഈ വെബ്സൈറ്റ് അല്ലേ? യെസ്, അതേ വെബ്സൈറ്റിലൂടെയാണ് കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. 85% സീറ്റുകളും സെൽഫ് ഫിനാൻസിംഗിലെ പ്രൈവറ്റ് സെക്ടറിലെ സീറ്റുകളും. റെഡി? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഈ സിയുടെ വെബ്സൈറ്റിലാണ് നടക്കുക. ഈ സിയുടെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും.
എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ്. കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഏതാ? നമ്മൾ ഇപ്പോ MBBS കൂടാതെ ആയുർവേദം, MBBS ആയുർവേദം, സിദ്ധ, യുനാനി, നമ്മൾ ഒരുപാട് കോഴ്സുകൾ വേറെ പഠിച്ചിട്ടുണ്ട്. BSc ഫിഷറീസ് അല്ലെ, BSc ഫോറസ്ട്രി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ് അതൊക്കെ. യെസ്, ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് ഫലം ഓൺലൈൻ, പ്രവേശനത്തിന് വേണ്ടി നീറ്റിന്റെ റിസൾട്ട് ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസരം എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് റിസൾട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? വെബ്സൈറ്റിലേക്ക് കൊടുക്കണം. ഒരിക്കലും എൻട്രൻസ് കമ്മീഷണർ ഡയറക്റ്റ് അത് കളക്ട് ചെയ്യല്ല. നമ്മൾ ആ ഒരു റിസൾട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നീറ്റിന്റെ റിസൾട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടില്ല, നമ്മൾ പുറത്താകും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഈ ഒരു നമ്മുടെ റിസൾട്ട് നമ്മൾ തന്നെ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ തന്നെ അതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ ഡെന്റൽ കോളേജുകളുടെയും പ്രൈവറ്റ് മെഡിക്കൽ ഡെന്റൽ കോളേജുകളുടെയും എല്ലാ സീറ്റുകളിലേക്കും സ്റ്റേറ്റ് കോട്ടയിൽ വരുന്ന എല്ലാ സീറ്റുകളിലേക്കും ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റുകളാണ് സ്റ്റേറ്റ് കോട്ടയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുക, ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന അലോട്ട്മെന്റ് പ്രകാരമാണ് അവിടേക്ക് സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുക. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് പറയാം എന്താണ് സ്റ്റേറ്റ് കോട്ട, എന്താണ് ഓൾ ഇന്ത്യ കോട്ട. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 100 സീറ്റ് ഉള്ള ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ, കേരളത്തിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 100 സീറ്റാണ് അവിടെ ഉള്ളതെങ്കിൽ 85% സീറ്റുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നത് ഈ ഒരു എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കുന്ന, കേരള എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കുന്ന കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. യെസ്, ഓക്കെ. അപ്പൊ ഈ സീറ്റുകളിലേക്കൊക്കെ, ഈ സീറ്റുകൾ MBBS-ഉം BDS-ഉം ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകളിലേക്കും അതുകൂടാതെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി തുടങ്ങിയ നിരവധി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സിയുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ വർഷം നീറ്റ് റിസൾട്ട് വരുന്നത് ജൂൺ 14-നായിരുന്നു. നീറ്റ് എക്സാം മെയിൽ നടന്നു, ജൂൺ 14-ന് റിസൾട്ട് വന്നു. ജൂലൈ 16-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ റിസൾട്ടുകൾ അപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് 16-ന്, അതായത് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ്. പക്ഷെ ഇത്തവണ നീറ്റ് എക്സാം ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് റിസൾട്ടും ലേറ്റ് ആയിരുന്നുകൊണ്ട് ഇത്രയും ഒരു ഡിലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എങ്കിലും ഡിലേ ഉണ്ടാകും. ആദ്യ അലോട്ട്മെന്റ് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന അലോട്ട്മെന്റ് ആണ്, അതിനുശേഷം മാത്രമാണ് കേരളത്തിൻ്റെതായ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിൻ്റെതായ ഒരു ഡിലേ ഉണ്ടാവും. എന്നാൽ പോലും കഴിഞ്ഞ വർഷം ഒരു മാസം വ്യത്യാസത്തിലാണ് നടന്നത്. സോ ജൂലൈ 16 തൊട്ട് കുട്ടികൾക്ക് റിസൾട്ട് അപ്ലോഡ് ചെയ്യാമായിരുന്നു. ജൂലൈ 25-ന് തന്നെ കേരളത്തിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു. ഒരു 10 ഡേയ്സിന്റെ ഗ്യാപ്പ് പോലും വന്നിട്ടില്ല. യെസ്, അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തതിന് ശേഷം ജൂലൈ 28-ന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു. അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് നള്ളിഫൈ ചെയ്തതിനു ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. അത് ജൂലൈ 28-ന് വന്നു. ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആയിരുന്നു ഇത്. ഇത്തവണയും അതിൻ്റെതായ ടൈം അതിനെടുക്കും, എന്നാലും കുറച്ചൊക്കെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒക്ടോബർ നവംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ് അലോട്ട്മെന്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നാണ് പറയുക, കൗൺസിലിംഗ് പ്രോസസ്സ്. പക്ഷേ കുട്ടികളുടെ ഈ ഒരു ഇതിന് കിട്ടുമോ കിട്ടത്തില്ലേ, എൻ്റെ റാങ്കിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള വളരെ വലിയ കൺഫ്യൂഷനിലാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടതെന്നുള്ളത് പലർക്കും ഡൗട്ടാണ്. ചിലർ റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും ജോയിൻ ചെയ്തു, ചിലർ മറ്റുള്ള കോഴ്സുകളിലേക്ക് പോയി. എന്നാൽ ഇടയിൽ നിൽക്കുന്ന കുറേ അധികം സ്റ്റുഡൻസ് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, എൻ്റെ സ്കോറിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അലോട്ട്മെന്റും കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോസിബിലിറ്റി നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ചധികം സമയം നമുക്ക് നഷ്ടപ്പെടും. അടുത്ത നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലുമുള്ള കുറച്ചധികം സമയം നമുക്ക് നഷ്ടപ്പെടും. യെസ്, അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഈ കോഴ്സുകളിലേക്കൊക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, കേരളത്തിന്റെ സീറ്റുകളിലേക്ക്, സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കീമിന്റെ 2026, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, അതാണ് 2025.
കീപ് നമ്മുടെ സിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. NTA വെബ്സൈറ്റിൽ അല്ല ഇത് നടക്കുന്നത്, സിയുടെ വെബ്സൈറ്റിലാണ്. സോ സിയുടെ വെബ്സൈറ്റിൽ കയറുക ആൻഡ് അവിടെ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ കാണും. ഇപ്പോൾ ഇതിനുള്ള അവൈലബിലിറ്റി വന്നില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാണ്, പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം ക്ലിയർ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ഹോം പേജിൽ എത്തുക. അവിടെ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയാൽ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അവിടെ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ളൊരു മെനു കാണും. അവിടെ നിങ്ങളുടെ നീറ്റിന്റെ 2026 നീറ്റ് എക്സാമിന്റെ റോൾ നമ്പറും അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അവിടെ കയറി നിങ്ങളുടെ സ്കോർ കാർഡ് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കോർ കാർഡ് വെരിഫൈ ചെയ്യുക. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോർ, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങളുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നിങ്ങളത് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വെരിഫിക്കേഷന് ശേഷം എല്ലാം കൃത്യമാണെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ. വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് കാണും. അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്ക് തന്നെ ഒരു പ്രൂഫ് കിട്ടുന്നതാണ്. ഈ ഒരു പ്രിന്റ് ഔട്ട് കിട്ടിയാൽ നമ്മളത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. യെസ്, അപ്പോൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം നീറ്റ് റിസൾട്ടിന് ശേഷം 1 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ അത്രയും ഗ്യാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ടൈം എടുക്കും, വന്നാൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കാൻ ഇപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് എവിടെ NTA വെബ്സൈറ്റിലല്ല, സിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? എന്തെങ്കിലും ക്ലാരിറ്റി ഒന്നും കൂടി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കൂടെ തന്നെ നമ്മൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.